ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പുതിയൊരു ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 23-ാം തിരുവചനമാണ്. ആ തിരുവചനത്തിന് മുൻപായിട്ട് അവിടെ ഒരു യാചനാപൂർവമുള്ള പ്രാർത്ഥന നടക്കുന്നുണ്ട്. സബദീ പുത്രന്മാരുടെ മാതാവ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യാചനാപൂർവം പ്രണമിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു മകൻ നിന്റെ വലതുവശത്തും അപരൻ നിന്റെ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് യാചിക്കുന്നുണ്ട്. ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ യേശു വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ സാധിക്കുമോ? അവർ അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയുമെന്ന്. എന്നാൽ 23-ാമത്തെ തിരുവചനത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് അവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ആരാണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് വ്യക്തതയോടെ പറയുന്ന ഒരു തിരുവചന ഭാഗമാണ്. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അത് എൻ്റെ പിതാവ് ആർക്കുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്നോ അവർക്കുള്ളതാണ്. ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വരം ലഭിക്കേണ്ടത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. ഈശോ മറ്റൊരു തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തും പിതാവിനോട് ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുമെന്ന്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ യാചനാപൂർവം പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ മുന്നിലായിരിക്കുമ്പോൾ പിതാവായ ദൈവമാണ് നമ്മൾക്ക് വരം തരേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ രോഗത്തെക്കുറിച്ചോ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ അതിന് വരം തരേണ്ടത്, അതിന് മറുപടി തരേണ്ടത്, അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറേണ്ടത് പിതാവായ ദൈവത്തിലൂടെ തന്നെ. അതിന് വേറൊരു വഴിയില്ല. വ്യക്തതയോടെ സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് പറയുകയാണ്. ആർക്കാണ് ആ അനുഗ്രഹം ലഭിക്കണമെന്ന് പിതാവ് ഒരുക്കിയിരിക്കുന്നു, അവർക്ക് ആ അനുഗ്രഹം ലഭിക്കും. നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അത് യേശു ക്രിസ്തു വഴി നമ്മൾ ചോദിച്ചാൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കും. ആകയാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ രീതി നമ്മൾ മാറ്റേണ്ട സമയമായി.
യേശുക്രിസ്തു വഴി നിങ്ങൾ പിതാവിനോട് ചോദിച്ചാൽ ആ പിതാവാണ് നിങ്ങൾക്ക് അനുഗ്രഹം അല്ലെങ്കിൽ വരം തരേണ്ടത്. ഈ തിരുവചനം നമ്മൾക്കൊരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം, കൃപയും നിങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.